മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിൽ ജീവിക്കുന്നവർക്കാണ് ഈ ദൂത് എഴുതുന്നത്. അത് ഈ സ്നാനമേക്കാത്തവർ വായിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇപ്പം സാറിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എഴുതുന്നൊരു കത്ത് ഞാൻ എടുത്ത് വായിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എനിക്കൊരു പ്രയോജനമില്ല. ഞാനത് വായിച്ച് മനസ്സിലാക്കുന്നു. സാറ് പിള്ളേരോട് ഇങ്ങനെ ആരോട് ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നല്ല എന്നെ എന്നോടൊന്നും അതിനകത്ത് കാര്യമൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞാൽ നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല, എന്നാൽ സുബോധമില്ലാത്തവരാണ്. വെളിച്ചമില്ലാത്ത രാത്രിക്ക് ഇരുളെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന് വേണ്ടി കൊടുത്തവരവർ. ഞാൻ വീണ്ടും ഒരു വചനം പറയുന്നുണ്ട്. എന്താണ് കർത്താവായിരിക്കുന്ന പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നാം രാത്രിക്കും ഇരുട്ടിനുമുള്ളവരല്ല. കാരണം എന്താണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വെളിച്ചത്തിലാണ് നടക്കുന്നത്. അവൻ്റെ ആത്മാവിൽ വെളിച്ചം വന്നിരിക്കുന്നത്. ഇനി അവൻ ഇരുട്ടിലുള്ളവർ. ഇരുട്ടിൽ കൂടെ അല്ല നടക്കുന്നത്. ഇരുട്ടിൽ നടക്കുന്നത് താൻ എങ്ങോട്ട് പോകുന്നതെന്ന് അവന് അറിയുന്നില്ല. അപ്പം ഞാൻ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഞാൻ വെളിച്ചത്തിൽ നടക്കുമ്പോൾ രാത്രികാലം അതുവഴി പോകുമ്പോൾ നമ്മൾ ലൈറ്റ് കത്തിച്ചുകൊണ്ട് പോകും അല്ലേ? ഒരു ഒരു എന്താണ് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു ലൈറ്റോ മെഴുതിയോ കത്തിച്ചുകൊണ്ട് പോകും. കാരണം ഇല്ലെങ്കിൽ വീഴുകയോ പാമ്പ് പിടിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ പകൽ പോകുമ്പോൾ എൻ്റെ ആവശ്യം നമ്മൾ വെളിച്ചത്തിലാണ് പോകുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം. അപ്പം ഇതാണ് യേശുക്രിസ്തു വരികയും യേശുക്രിസ്തു വരുന്നതിന് മുമ്പുള്ള അവസ്ഥ ഇങ്ങനെ. രാത്രി കൂടെ നടക്കുന്ന ഒരുവൻ വെളിച്ചത്തിലേക്ക് വരുന്ന പോലെയാണ് ക്രിസ്തു ഉദിച്ചു കഴിഞ്ഞാൽ. അതുവെച്ചാൽ ക്രിസ്തു ഉദിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ രാത്രിയിലല്ല നടക്കുന്ന പകലാണ്. നമുക്കെല്ലാം കാണാം. അതുകൊണ്ടാണ് സുബോധം വരുന്നത്. അതുകൊണ്ടാണ് കള്ളുകൊടി നിർത്തുന്നത്. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തു തീർക്കാൻ ഉത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കള്ളൻ ഇനിയും കക്കാതെ. അപ്പൊ ഇന്നലെ വരെ പിന്നെ ഈ വീട്ടിൽ വന്ന് മോഷണമാണ്. ഇന്നലെ തോന്നിട്ട് നമുക്ക് കുന്താലി എടുത്തുണ്ട് വന്നിട്ട് കളച്ചിട്ട് പറയാ അതുവഴി പോന്നടാ വല്ലതും കഴിച്ചോ, ഇത് ഇരിക്കട്ടെന്ന് പറയാം. ഇന്നലെ വരെ ഇവന്റെ വീട്ടിൽ കയറി തേങ്ങാൻ മുട്ടിച്ചവനാ. അപ്പൊ ഇന്നലെ വരെ ഇരുട്ടിനുള്ളവരും ഇന്ന് വെളിച്ചത്തിലുള്ളവരും.